നമുക്ക് രാഹുലിന്റെ സഹോദരിയുണ്ട്. സഹോദരി കൂടെ കാര്യങ്ങൾ പറയും. എന്താണ് ഇതിപ്പോൾ ഈ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ അമ്മ പറയുന്നത് അടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ബെൽറ്റിനും എന്തൊക്കെയാണ് നിങ്ങളുടെ കാഴ്ചയിൽ എന്തൊക്കെയാണ്? അവൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ അറിയുന്നത് പിറ്റേ ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവര് വീട്ടുകാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. കാരണം ഇവിടെ ഓൾറെഡി ലേറ്റായിട്ട് എന്നും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നത്. ഇവർ വീട്ടുകാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും 11 മണിക്ക് 12 മണിയാവും ഇവിടെ ചായ കുടിക്കാൻ വരുമ്പം. അപ്പോൾ അവിടെ വീട്ടുകാർ തന്നെ വിളിക്കുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചായ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഞങ്ങൾ റിസപ്ഷൻ അവിടെ പോയപ്പോൾ അവിടെ അമ്മ ഞങ്ങളോട് ചോദിച്ചു ചായ കുടിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നും എഴുന്നേറ്റ് ലേറ്റായിട്ടാണ് വരാറ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ മുറിയിൽ നമ്മൾ പോയിട്ട് വിളിക്കുന്നത് ശരിയില്ല. ഞങ്ങൾ പോയി വിളിക്കാറുമില്ല. അപ്പോൾ അവിടെ പറഞ്ഞാൽ 11 മണി 12 മണിയാവും. ചില ദിവസം 11:30 എഴുന്നേക്കും, ചിലപ്പോൾ 12:30 എഴുന്നേക്കും. അങ്ങനെ വരും, ചായ കുടിക്കും, പോവും. അപ്പം അന്ന് ഇവർ വന്നപ്പോഴും പോലും ഞാൻ അന്ന് രാവിലെ പറഞ്ഞാൽ 9:30 ആയപ്പോഴത്തേന് ഞാൻ ചായ 2 വട്ടം കാപ്പി അനത്തിട്ട് ഞാൻ കൊടുത്തയച്ചു, പോയി വിളിക്ക്. കാരണം ഇന്ന് അവർ വീട്ടുകാർ വരുന്ന, ഇന്ന് നമുക്ക് നേരത്തെ എഴുന്നേറ്റ് റെഡി ആയിട്ടൊക്കെ നിൽക്കേണ്ടതാണ്. അപ്പോൾ അവരെപ്പോഴും ഇവിടെ എത്തുക നമുക്ക് കൃത്യ ടൈമിങ് നമുക്കില്ല, റണ്ണിങ്ങിലാണ്. അപ്പം അന്ന് വിളിച്ചപ്പോഴും ഇതുപോലെ നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ടും പോയി വിളിച്ചിട്ടൊന്നും ഇവർ ഇറങ്ങുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം അറിയുന്നില്ല. ഇവളിങ്ങനെ പറ്റിയിട്ട് കിടക്കുകയാണെന്നുള്ളതോ അല്ല ഉപദ്രവിച്ച് ആശുപത്രി പോയിട്ട് വന്ന് കിടക്കുകയെന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇവർ വീട്ടുകാർ വന്നതിന് ശേഷം കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്ത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു റൂമിലാണ്. അപ്പം മാറ്റാണെന്നുള്ള ഫ്രഷായിട്ട് ഇങ്ങോട്ട് വരാം എന്നുള്ള രീതിയിലാണ് നമ്മളും കാണുന്നത്. അപ്പോൾ വന്ന് ഇവിടെ ഇരുന്ന് വീട്ടുകാർ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ സംഭവം കാണുന്നത്. അപ്പോഴാണ് ഞാനും വിവരം തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അടിച്ചു ഇതാക്കി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാരണം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സംശയത്തിൻ്റെ പേര്, രാഹുലേട്ടന് ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീടാണ് അതിന് ശേഷമാണ് രാഹുൽ ഞങ്ങളോട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ രാത്രിയിൽ ഫോൺ കോൾ വരുന്നുണ്ട്, മിക്ക ദിവസവും രാത്രിയിൽ ഇതുപോലെ അവൻ്റെ കോൾ വരുന്നുണ്ട്. സന്ദീപ് എന്നൊരു പയ്യനാണ്, അവൻ വിളിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഇവളോട് അത് ബ്ലോക്ക് ചെയ്യാനും നമ്പർ സിമ്മ് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും ഇവള് കേൾക്കുന്നില്ല. അപ്പം അന്ന് പറഞ്ഞ 2 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഇവളും മദ്യപിച്ചിട്ടുണ്ട്, ഇവരും മദ്യപിച്ചു. അപ്പോൾ ഇവള് ബ്ലോക്ക് ചെയ്യാൻ ഇവനോട് പറയുന്നതിനനുസരിച്ച് ഇവള് മർദ്ദം കൂടുതൽ ചുരുത്തി എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യാതിരുന്ന നീ എന്നാ ചെയ്യും, ഞാൻ ബ്ലോക്ക് ചെയ്യില്ല, ഞാൻ വിളിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ ഇനി ഈ ബന്ധം തുടരുമെന്നൊക്കെ അവനോട് പറഞ്ഞ് അവനെ കൂടുതൽ പ്രഷർ ചുരുത്തിയെന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ഇതായി പോവാൻ കാരണം. അപ്പം അടിച്ചത് തെറ്റാണ്. അപ്പം അവൻ പറയുന്നത് ഞാൻ അടിച്ച്, പക്ഷെ തിരിഞ്ഞ് അവൾ ആ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി. ഇങ്ങനെ മുഖം വെട്ടിച്ച കൂട്ടത്തിലാണ് നെറ്റി ചെന്നിരിക്കുക, അല്ല നെറ്റിക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് ഞങ്ങളോട് അവൻ പറഞ്ഞത്. വ്യക്തമായിട്ട് നമുക്കറിയില്ല, പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇവർ ഇപ്പോൾ വീട്ടുകാർ വന്നപ്പോൾ ചോദിച്ചാൽ നമ്മളൊന്നും അറിഞ്ഞില്ല. സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് വെളുപ്പിന് നടക്കുന്ന സംഭവമാണ്. ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു. ഇവർ നേരത്തെ ആദ്യം ഒരു കല്യാണ പാർട്ടിക്ക് അന്ന് രാത്രി പോയതിന് തിരിച്ച് വന്നതിന് ശേഷം ഇവർ ബീച്ചിലും പോയിട്ട് ഇത് പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ അങ്ങനെ നടക്കുന്ന സംഭവം. 2 മണിക്കാണോ തോന്നുന്നു, എത്ര കൃത്യമായ ടൈമൊന്നും നമുക്കറിയില്ല, ഇവർ പറയുന്നത് നമുക്കറിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് എങ്ങാണ്ട് നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ നമ്മളിത് രാവിലെ ഈ ഉച്ചയ്ക്കാണ്, പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളിത് അറിയുന്നത്. അവളെ കാണുമ്പോഴാണ്. അതിന് മുന്നേ പോലെ നമ്മളോട് വന്നിട്ട് ഇവള് വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളോട് സാധാരണ ഒരു മിംഗ്ലിംഗ് ആയിട്ടുള്ള ഒരാളെ അല്ല അവള്. ഞങ്ങളോട് മിണ്ടാറുമില്ല, ഞങ്ങളോട് സഹകരിക്കാറുമില്ല. വന്ന ദിവസം മുതലേ അങ്ങനെ തന്നെയാണ്. ഇവളെപ്പോഴും ആ റൂമിലാണ്. ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്നാണ് ഇവനോട് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളിപ്പോൾ അറിഞ്ഞു. ഈ രാഹുലിനോട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു അമ്മേനെ ഇവിടുന്ന് ഒഴിവാക്കണം, എന്നെ ഒഴിവാക്കണം, അമ്മമ്മേനെ ഇവിടുന്ന് വിടണം, ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണമെന്നായിരുന്നു അവിടെ കണ്ടീഷൻ അവൾ പറഞ്ഞിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും വഴക്കമല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടോ? സംസാരം എന്തെങ്കിലും? ഇല്ല, യാതൊരുവിധ സംസാരം ഉണ്ടായിട്ടില്ല. നമുക്കിവിടെ ഇഷ്ടംപോലെ പണിയാണ്. കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് നല്ലപോലെ പണിയുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെ കൊണ്ട് തന്നെ പറ്റാഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു ചേച്ചീനെ നിർത്തി. അപ്പോൾ ആ ചേച്ചി ഹെൽപ്പിനായിട്ട് ഇങ്ങനെ അടുക്കളയിലുണ്ടാവും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇതായിട്ട് പണിയുണ്ടായിരുന്നു. നമുക്ക് അതിനിടയ്ക്ക് ഇവളോട് വഴക്കുണ്ടാക്കേണ്ട നമുക്ക് കാര്യം എന്തോ. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയോട് നമ്മൾ എന്തിനു വഴക്കുണ്ടാക്കേണ്ടായിരുന്നു. ഞങ്ങൾ ആ തുണി വരെ ഞങ്ങൾ അലക്കി കൊടുത്തത് അവിടത്. അവൾ അതുപോലും ചെയ്യാതെ ആ റൂമിനകത്ത് എപ്പോഴും ആ റൂമിൽ തന്നെയായിരുന്നു. മദ്യപിക്കാറുണ്ട് അവള് മദ്യപിക്കാറുണ്ട്. അവർ 2 പേരും കല്യാണ പാർട്ടിയിൽ നിന്ന് മദ്യപിച്ചിട്ട് അവിടെ വന്നത്. പിന്നീട് ബീച്ചിൽ പോയിട്ട് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഫോൺ കോൾ ആണ് പിന്നെ സ്റ്റാർട്ടിങ്. കാരണം ആ സമയത്ത് 2 പേരും മദ്യപിച്ചു. അന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇവർ മദ്യപിച്ചിരുന്നു, അവിടുന്ന് മദ്യപിച്ചിരുന്നു. അപ്പം മദ്യപിച്ച് ഫസ്റ്റ് ടൈം ഇവർ പോയിട്ട് വന്നപ്പോൾ ബീച്ചിൽ പോകാൻ നേരത്ത് ഇവർ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങിപ്പോയി. അപ്പോൾ മദ്യപിക്കാറുണ്ട്. ഇവള് സിഗരറ്റും വലിക്കുന്നതാണ്. അത് ഇവനൊരു വിഷമം ഉണ്ടായിരുന്നു, സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിൽ. ഇവിടെ വെച്ചല്ല, ഇവന്റെ കൂടെ പുറത്ത് പോകുമ്പം ഇവൻ സിഗരറ്റ് വലിച്ചപ്പോൾ 4 വട്ടം ഇവന്റെ കയ്യിൽ നിന്ന് ഇവള് മേടിച്ച് വലിച്ചു എന്ന് ഇവൻ പറയുന്നുണ്ട്. ഇവൻ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് മേടിച്ചിട്ട് ഇവള് വലിച്ചിരുന്നു എന്ന്.
അപ്പോൾ മദ്യപിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നിൽ നിന്ന് അവൾ മദ്യപിച്ചിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി 2 ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് വീട്ടുകാരെയും കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്കാണ് ഞങ്ങളുടെ കൂടെ 2 ദിവസം കറങ്ങിയതാണ്. അപ്പം അന്നേരം ഞാനിപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണത്തിന് മുന്നേ ഒരു ചെറുക്കൻ്റെ വീട്ടുകാരുടെ കൂടെ ചെറുക്കൻ്റെ കൂടെ ഒരു പെണ്ണിനെ ഒരു ഇതും ഇല്ലാതെ ഡ്രസ്സ് എടുക്കാനാണ് കാര്യം ശരിയാണ്, പക്ഷെ കല്യാണം ഉറപ്പിച്ചതുമാണ്. എന്നാലും ആ കല്യാണത്തിന് മുന്നേ തന്നെ 2 ദിവസമൊക്കെ തങ്ങാൻ വിടുക എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കുക, ആ വീട്ടുകാരുടെ ആ ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് വൈകുന്നേരം അവരെ രാത്രിയാണ് ഡ്രസ്സ് എടുത്തതിന് ശേഷം ശീമാട്ടിൽ നിന്ന് എടുത്ത് തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. പറവൂർ അവരുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. അവളെ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, തിരിച്ചു വരുന്നത്. അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ കണ്ടു ഇവിടെ മദ്യപിക്കുന്നത്. കാറിലിരുന്ന് തന്നെ ഇവിടെ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിഗരറ്റ് വലിക്കാനായിട്ട് ഇവൻ മാറി നിൽക്കുമ്പോൾ ഒക്കെ ഇവൻ്റെ കൂടെ അങ്ങോട്ടൊക്കെ പോകും. എന്നിട്ട് ഇവൻ വലിക്കുന്ന കൂട്ടത്തിൽ മേടിച്ച് വലിക്കുന്നുണ്ടെന്ന് ഇവൻ പറഞ്ഞു, സിഗരറ്റും വലിക്കുന്നുണ്ടെന്ന്. ഇവിടെ നല്ലപോലെ ലഹരി ഉപയോഗിക്കും. മദ്യമല്ല മയക്കുമരുന്ന് വല്ലതും ഉണ്ടോ? മയക്കുമരുന്നിൻ്റെ എനിക്കറിയില്ല. കുട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, മദ്യമാണെന്ന് തോന്നുന്നില്ല, വേറെന്തോ സാധനം അനിയനോ കഴിച്ചിരുന്നതായിട്ട് തോന്നിയെന്നോ? ഇല്ല, മയക്കുമരുന്ന് അവൻ ഉപയോഗിക്കാറില്ല. മദ്യപിക്കാറുണ്ട്, മയക്കുമരുന്ന് അവൻ ഉപയോഗിക്കാറില്ല. മയക്കുമരുന്നിന് അടിമയല്ല. വേണം നമുക്ക് അതിനുള്ള ഇതുണ്ടല്ലോ, അങ്ങനെ അഥവാ അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അവനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. വേറൊരു പ്രശ്നം, ഈ ആദ്യത്തെ വിവാഹം നിങ്ങൾ കൃത്യമായി ആ വീട്ടുകാരെ അറിയിച്ചിരുന്നാണോ ചെയ്തത്? അത് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. അവളാണ് രണ്ടാമത് പിന്നെയും ഇത് ഈ കല്യാണം മുടങ്ങി അവനിങ്ങനെ ഒരു ഇതാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ അവൾ വീണ്ടും കുത്തിപ്പൊക്കി ഇത് കൊണ്ടുവന്നതാ ഈ ആലോചന. ഇവിടെ ഇവന്റെ ഫ്രണ്ട്സ് വഴി, ഇവന്റെ ഫ്രണ്ട്സായിട്ട് ഇവന് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇവക്ക് ഇവള് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ കല്യാണം മുടങ്ങി നടന്നപ്പം ഇവിടെ തന്നെ ഇവിടെ ഇതിലാണ് കല്യാണം വീണ്ടും എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, എനിക്കിതെല്ലാം അറിയാം എന്നും പറഞ്ഞിട്ടാണ് അവൾ വരുന്നത്. ഈ രജിസ്റ്ററും ചെയ്തതാണ്, ഇങ്ങനെ മുടങ്ങി എന്നുള്ളത് അറിഞ്ഞപ്പം ഈ ഡേറ്റിന് തന്നെ നടത്താം എന്നും പറഞ്ഞിട്ടാണ് ഈ ആലോചന പിന്നെ വരുന്നത്. പുള്ളിക്കാരി തന്നെ വന്നത്. പക്ഷെ എന്നിട്ട് ഇപ്പൊ അവള് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെന്നെന്നാണ്. ഒരിക്കലും അല്ല. അതൊക്കെ ഇപ്പം നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ നമുക്കത് കണ്ടുപിടിക്കാമല്ലോ. ഏതായാലും അതൊരു തെളിവാണല്ലോ. നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ലെങ്കിലും അവിടെ മൊബൈൽ ഫോൺ അവിടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. പക്ഷെ നമുക്ക് അതുവഴി നമുക്ക് സൈബർ സെൽ വഴി നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഒരേ ദിവസമാണ് ഈ 2 പെണ്ണ് കാണാനും പോയതല്ലേ? ഒറ്റ ദിവസം നമ്മൾ പോയതാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ ദന്തിസ്റ്റായനെ കൊണ്ട് നമ്മൾ ആദ്യത്തെ വിവാഹം നമ്മൾ നോക്കിയതാണ്. കാരണം അവിടെ ഹോപ്പുണ്ട്, ദന്തിസ്റ്റിന് നമ്മൾ ജർമ്മനിയിൽ ഒരു ഹോപ്പുണ്ടെന്നുള്ളത്. കാരണം അവൻ അവിടെ സ്ഥിരമായതാണ്. അപ്പം അതുകൊണ്ട് അവൻ എന്തായാലും കല്യാണം കഴിച്ച് അങ്ങനെ മാറി മാറി നിൽക്കണ്ടല്ലോ. അപ്പോൾ ഒന്നിച്ച് നിൽക്കട്ടെ, അവനും അവിടെ ഏതായാലും സ്ഥിരമാണല്ലോ. വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങോട്ട് വരുവുള്ളൂ, വർഷത്തിലൊരു വട്ടമൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കണം, അല്ലാതെ പഠിത്തം വിദ്യാഭ്യാസം ഉള്ളൊരു പെൺകുട്ടിയെ വേണം എന്നുള്ളൊരിതിലാണ് നമ്മൾ മാട്രിമോണിയിൽ കൊടുക്കുന്നത്. മാട്രിമോണിയാണ് കോട്ടയത്തെ. അതെ അതെ, രണ്ടും അങ്ങനെ. പക്ഷേ ഇത് ശരിയാണോ? ഇത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു, വിവാഹം രജിസ്റ്റർ ചെയ്തു, ഇവർ ബാംഗ്ലൂർ ഒന്നിച്ച് താമസിക്കുന്നു, വിവാഹം കഴിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ എഴുതില്ല. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടി നിങ്ങളോട് കറങ്ങാൻ വന്നാൽ കല്യാണം കഴിക്കാത്ത നിങ്ങളുടെ അനിയൻ ആ പെണ്ണിൻ്റെ കൂടെ ബാംഗ്ലൂർ താമസിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിയുമ്പം പാസ്പോർട്ട് നമുക്ക് റെഡിയായി കിട്ടണമല്ലോ. കാരണം ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത്രയാണെങ്കിൽ നമുക്കൊരു താമസം വരും. കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളത് കൊണ്ടു കൊടുക്കുമ്പോൾ ഡിലേ വരും. അപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പം ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള, ഇപ്പം പോകുമ്പോൾ ആ കൂട്ടത്തിൽ തിരിച്ചു കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് പാസ്പോർട്ടും വിസ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെയും 2 കൂട്ടരുടെയും 2 വീട്ടുകാരുടെയും താല്പര്യപ്രകാരം ചെയ്തതാണിത്. അവരുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ബാംഗ്ലൂർ പോയി, കുട്ടി ബാംഗ്ലൂരിലായിരുന്നു, അവിടെ പോയി താമസിക്കാൻ എന്താ കാരണം? അവിടെ ഇത് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടിയിട്ട് പോയതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളങ്ങനെ അത് തന്നെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്, നിന്നതാണ് എന്നാണ് പറഞ്ഞത്. അത് അവർ പറഞ്ഞു, അവരായിട്ട് വേണ്ടാന്നത് വെച്ചു, അവർ വേണ്ടാന്ന് പറഞ്ഞു, ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ടാന്ന്. അപ്പം ഇതൊരു മാസം കറക്റ്റ് നമ്മൾ 1 മാസം മുന്നെയാണ് ഇവർ വിളിച്ച് പറയുന്നത്. മെയ് 5-നാണല്ലോ നമ്മൾ വിവാഹം ഉറപ്പിച്ചത്. അപ്പം അതേ ഡേറ്റിൽ തന്നെ പിന്നെ പെട്ടെന്ന് ഇവരിത് നടത്താമെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ വീട്ടുകാർ വന്നതാണ്. 1 മാസത്തിനുള്ളിൽ 2 ആഴ്ച. കാരണം ഇത് വിവാഹം മുടങ്ങി അവൻ 2 ആഴ്ച ആശുപത്രിയിലായിരുന്നു. അതിനുശേഷമാണ് അവൻ ഇവിടെ വരുന്നത്. വിഷുവിൻ്റെ അന്ന് ഇവിടെ രാവിലെ ഉണ്ട്. അപ്പം അതിനുശേഷം ആ ഞായറാഴ്ച തന്നെയാണ് അവരുടെ വീട്ടുകാർ ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടെ വരുന്നത്. അച്ഛനും ബന്ധുക്കളും എല്ലാം കൂടെ ഇവിടെ വന്നത്. അപ്പം അന്ന് ഞങ്ങളോട് ഇങ്ങനെ സ്ത്രീധനം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ സ്ത്രീധനം വേണ്ട, നിങ്ങളുടെ മകൾക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ, അത് നമുക്ക് നടത്തി. കാരണം നമ്മൾ ആ സമയത്ത് സ്ത്രീധനം അല്ല. ആദ്യത്തെ കുട്ടി ഇപ്പൊ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ രാഹുലിന്റെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് കാരണം പറയുന്നത്. അപ്പം ഈ പെൺകുട്ടിക്കും കുഴപ്പം, ആ പെൺകുട്ടിക്കും കുഴപ്പം, അങ്ങനെ നോക്കിയാൽ കുഴപ്പങ്ങളല്ലേ ശരിക്കും? അത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല.
രണ്ടുപേർക്കും പ്രശ്നമാണ്. ഇപ്പം ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇവന് ഇങ്ങനെ ഒരു ചെയ്യാനുണ്ടായ കാരണം അവിടെ ഫോൺ കോളുകളാണ്. അവർക്ക് ഇപ്പോൾ ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റില്ല. രാത്രി ഇവർ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുമ്പം മറ്റൊരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് കോൾ വരുമ്പം നമ്മൾ ഏത് ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത്. അവനത് നിർത്താൻ പറഞ്ഞിട്ട് കൂടി ഇവള് ഫോൺ ഓഫാക്കാതെയും പിന്നെയും ഇവള് മുന്നോട്ട് ഈ കോള് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്തതിലാണ്. രാഹുൽ കണ്ടെന്നാ പറഞ്ഞത്. രാഹുൽ മെസ്സേജുകൾ കണ്ടു. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ നിയമത്തിന് മുന്നിൽ അത് കൊണ്ടുവരണം. ഇവിടെ ഫോൺ പരിശോധിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കും, ഫോട്ടോ എടുക്കും, അങ്ങനെ വല്ലതും ചെയ്തോ ചാറ്റുകളിലേക്ക് ഈ ആളുകളെ കാണിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നി? ഇല്ല, അവനിത് ഞാൻ പറഞ്ഞല്ലോ, അവനിത് നിമിഷം വരെ അവനിത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഞങ്ങളോട് മാത്രം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞതാണ്. അതിന് മുന്നേ അവൻ പറഞ്ഞിട്ട് പോലീസിൽ പോയി പരാതി കൊടുക്കുമ്പോഴും അവനിത് പറയുന്നില്ല. അവൻ പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. ഇപ്പം ഇത്രയും പബ്ലിസിറ്റി ആയ സ്ഥിതിക്ക് ഇത് അവളെപ്പറ്റി പറയുമ്പം അവിടെ ഭാവി ഇപ്പം ഒന്നുകൂടി ഇതായിപ്പോവും, മോശമായിട്ട് അവൾ മോശക്കാരിയാവും. അപ്പം അത് വേണ്ട. ഞാൻ എത്ര മോശക്കാരനായ എന്നെ എത്ര വേണേലും ആക്കിക്കോട്ടെ, അവളൊരു പെൺകുട്ടിയാണ്, അപ്പം അത് വേണ്ട, അവൾ ഇത്രയും മോശക്കാരായിട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇതുവരെ പറയാതിരുന്നത്. പക്ഷെ ഇതിപ്പം ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞതാണ്, അത് അവിടെ ഫോൺ പരിശോധിക്കേണ്ടതാണ്. അതൊരു അത്യാവശ്യമാണ്, ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അവിടെ ഫോണ് എന്തായാലും പരിശോധിക്കണം. കാരണം ഈ കൊലക്കുറ്റവും സ്ത്രീധന നിയമവും ഒക്കെ അടക്കം കേസെടുത്തേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അല്ല, കാരണം അത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത് അവിടെ അവൻ ചെയ്യാനുണ്ടായ സാഹചര്യം അതും കൂടെ നമുക്ക് പുറത്ത് കൊണ്ടുവരണം. അവനിപ്പോൾ ഇത്രയും ഉപദ്രവിച്ചു, ഇങ്ങനെയാ ചെയ്തു എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്യാനുണ്ടായ കാരണം കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. അതൊരു അത്യാവശ്യമായ കാര്യമല്ലേ, ഞങ്ങളുടെ ഒരു ആവശ്യമല്ലേ അത്. ഇത്രയും ഇങ്ങനെ ആരോപണങ്ങളുണ്ടായ സ്ഥിതിക്ക് അതവൻ ചെയ്യാനിടയായ സാഹചര്യം കൂടെ നമുക്ക് നിയമത്തിന് മുന്നിൽ വരണം. അറിയണം അതെന്തുകൊണ്ട് അവൻ ചെയ്തു എന്നുള്ളത് ലോകം അറിയേണ്ടത് ഒരാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് നമുക്ക് രാഹുൽ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിക്കാൻ പറ്റുന്നവരോടൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പറഞ്ഞാൽ പുറത്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ നമ്മളിവിടെ വീട്ടിൽ ആൾ വേണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്വേഷിച്ചിറങ്ങാൻ പറ്റാത്തത്. അവനെ എത്രയും ഗുരുജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ കേസിലൊന്നും ശ്രമിച്ചോ ഇല്ലെന്നുള്ളത് അറിയില്ല. വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം നമ്മൾ വക്കീലുമായിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ സംസാരിച്ചതെന്നും എന്താ ചെയ്തേക്കുന്ന നടപടി എന്താ ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല. പോലീസുകാർക്കൊക്കെ നിങ്ങളോട് വലിയ സൗഹൃദമാണ്, തോളിൽ കൈയിട്ടാണ് രാഹുലിനൊപ്പം ഒരു പോലീസുകാരൻ പോയെന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് നമുക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ ഇരുന്നിട്ട് പോലും ഇവന്റെ മടിയിൽ ഇവിടെ കയറി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ ഉള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോലും അവള് ഇവന്റെ മടിയിൽ കയറി ഇരുന്നിട്ടാണ് സംസാരിച്ചത്, പോലീസുകാരോട് സംസാരിച്ചതെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പിന്നെ പ്രശ്നം പിന്നീട് അവൾ അന്നേരവും പറഞ്ഞു ഞാൻ പോവുകയില്ല എന്നുള്ളത് അവൾ പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്മ പറഞ്ഞു, നീ രാഹുലിൻ്റെ ഒപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ഒരു പറച്ചിലുണ്ടായപ്പോൾ പറയുന്നത് വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോഴും രാഹുലിനെതിരെ അവർ നിൽക്കുന്നത്. അന്നേരം അവളെ മൊഴി കൊടുത്തിരിക്കുന്നതൊന്നും ആദ്യം കൊടുത്ത മൊഴിയല്ല, ഇപ്പം മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇപ്പം രണ്ടാമത് അവൾ വീട്ടിൽ ചെന്നതിന് ശേഷം മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ആദ്യം കൊടുത്ത മൊഴിയല്ല, ആദ്യം ഇവിടെ പോലീസിൽ കൊടുത്ത പരാതിയെ അല്ല ഇപ്പം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഇപ്പോൾ അവൾ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്.